പക്ഷേ വിമർശിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വിമർശിക്കാൻ ആകപ്പാടെ ബാക്കിയുള്ളൊരു പഴുതിലേക്കാണ് കൃത്യമായിട്ട് നമ്മുടെ ഗവർണർ, മുൻ RSS നേതാവ് ആർലേക്കർ ആ വിമർശം ഉന്നയിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി നോക്കിയാൽ കാണും. ആ വിമർശത്തെ പൂർണ്ണമായി തള്ളിക്കളയുക സാധ്യമല്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, എങ്ങനെയാണ് ഈ 3 മാസം എന്ന കാലപരിധി നിശ്ചയിക്കാൻ സുപ്രീം കോടതിക്ക് സാധിക്കുക എന്ന ചോദ്യം നിയമപരമായിട്ട് ഉയർന്നു വരുമ്പോൾ അത് പ്രശ്നമായിരിക്കും. കാരണം നിങ്ങൾക്ക് ദീർഘകാലത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയാം. നിങ്ങൾ ഗവർണർമാർ ഇങ്ങോട്ട് അയച്ചു തന്നിരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്ത് ഒപ്പിട്ട് അനുവദിക്കാൻ പറ്റുന്നതാണെ അനുവദിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് വിടണം. അത് ഒരുപാട് കാലത്തേക്ക് നീട്ടാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതിക്ക് പറയാം. അതുപോലെ രാഷ്ട്രപതിയും ഒരുപാട് കാലം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതിക്ക് പറയാം. അത് നമ്മുടെ ഭരണഘടനയ്ക്ക് എതിരാണ്. നമ്മുടെ നിയമനിർമ്മാണ സഭകളും അതിനകത്ത് അംഗങ്ങളും ചേർന്നുണ്ടാക്കുന്ന നിയമങ്ങൾ ഒപ്പിട്ടയക്കുക എന്ന ഒരു പദവി മാത്രമേ, അധികാരം മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്ന് രാഷ്ട്രപതിയെയും ഗവർണർമാരെയും ഓർമ്മപ്പെടുത്താം. പക്ഷേ അതിന് 3 മാസമാണ് കാലപരിധി എന്ന് നിങ്ങളെങ്ങനെ നിശ്ചയിക്കും? അത് ഭരണഘടനയ്ക്ക് അകത്ത് പറഞ്ഞിട്ടില്ലാത്തൊരു ക്ലോസാണ്. ആ ക്ലോസിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ അത് പറയാൻ സുപ്രീം കോടതിക്ക് എന്താണ് റൈറ്റ് എന്നത് നിയമപരമായിട്ട് വാലിഡ് ആയിരിക്കുന്ന ഒരു ചോദ്യമായിരിക്കും എന്നാണ് എനിക്ക് അവിടെ വായിച്ചപ്പോൾ തോന്നിയൊരു കാര്യം. അതുകൊണ്ടായിരിക്കണം രാജേന്ദ്ര ആർലേക്കർ കൃത്യമായിട്ട് ആ പോയിന്റ് തന്നെ പറഞ്ഞിരിക്കുന്ന. ആ കാര്യത്തിൽ അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുക സാധ്യമല്ല. 3 മാസം എന്ന ഒരു സമയപരിധി നിശ്ചയിക്കുകയാണെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് ഭരണഘടനയിൽ ഇല്ലാത്ത സ്ഥിതിക്ക്, അങ്ങനെ പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് അത് തീരുമാനിക്കേണ്ടത് പാർലമെന്റ് അല്ലേ? അതിൻ്റെ അധികാരം നിങ്ങൾ എങ്ങനെയാണ് കോടതി എടുക്കുക? 2 ജഡ്ജിമാർ ചേർന്ന് തീരുമാനിച്ചിട്ട് ഈ 3 മാസ കാലപരിധി ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും കൊടുക്കുന്നത് എങ്ങനെയാണെന്ന ചോദ്യം വാലിഡ് ആണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് തുടർ നിയമ നടപടികളിലേക്ക് പോകുമ്പോൾ അത് ഇതിനകത്ത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു പോയിന്റ് ആയിരിക്കും എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. ഞാനത് പല സ്ഥലത്തും പല നിയമവിദഗ്ധരുടെയും പോയിന്റുകൾ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴൊക്കെ രാജേന്ദ്ര ആർലേക്കർ ഈ ഉന്നയിച്ചിരിക്കുന്ന കാര്യം അവിടെ നിൽക്കുമെന്നാണ് എനിക്ക് തോന്നിയത്. ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഇതിൽ കക്ഷി ചേരാൻ വേണ്ടി പോകുന്നു, നിയമപരമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ ആ പോയിന്റ് ആയിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഡിബേറ്റ് ചെയ്യപ്പെടുക. അത് അതിന് കടന്നിട്ട് സുപ്രീം കോടതി എടുത്തൊരു നിലപാടായിപ്പോയില്ലേ എന്ന ആളുകൾ ചോദ്യം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ ഒരു കാര്യം, ഇത് പുതിയ വിഷയമല്ല. ഇതിൻ്റെ ഒരു കാലഗണന എത്ര വേണം, എത്ര കാലപരിധി ഇത് കൈവശം വെക്കാം, ഒപ്പിടാതെ വെക്കാം എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ച പലയാവർത്തി മുമ്പേ നടന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ സർക്കാരിയ കമ്മീഷൻ, ജസ്റ്റിസ് പൂഞ്ചി കമ്മീഷൻ, പിന്നീട് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ അവലോകന കമ്മീഷൻ, ഇവരെല്ലാവരും ഈ സമയപരിധിയുടെ കാര്യത്തിൽ കൃത്യമായ ഒരു ഇത് പാലിക്കണം എന്നത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്.